ഹലോ ചേട്ടാ. ഹലോ എന്തായി? ഞാൻ ആശുപത്രിയിലാ ചേട്ടാ. അവർക്ക് ബില്ല് കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എഴുതി ശരിക്കും നോക്കിയാ? നോക്കി. ഞാൻ ജ്വല്ലറിയിലോട്ട് പോണേന് മുമ്പ് മൊത്തത്തിലൊന്ന് നോക്കിയായിരുന്നു. കിട്ടിയില്ല. അമ്മയും മക്കളും എന്താന്ന് വെച്ചി? എടി, മനുഷ്യനായ കുറച്ചൊക്കെ അനുസരണ ഉത്തരവാദിത്വമൊക്കെ വേണം. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞാണ് ആ ബില്ല് സൂക്ഷിച്ചു വെക്കണമെന്ന്. ബാക്കിയുള്ളവന്റെ വാക്കിന് എന്തെങ്കിലും വില നീ കൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എടി, ഞാനിവിടെ കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. ഇനി നീ എന്താന്ന് ചേച്ചി എന്നെ കൂടി തിരിച്ചു വിളിക്കണ്ട. അനീഷ് എന്ത് പറഞ്ഞോളെ? അവൻ നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ശ്രീയേട്ടനായിരുന്നു ഫോണില്. എന്നിട്ട് ശ്രീ എന്താ പറഞ്ഞേ? എന്തു പറയാനാണ്? ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് നാളെ പരീക്ഷയിലല്ലേ, നീ വീട്ടിലേക്ക് പോക്കോ. അമ്മയും കൂടെ ഇവിടെ തന്നെ നിൽക്കട്ടാ. അതിങ്ങനെ ഞാനും കുഞ്ഞും കൂടെ പോവാം. ഞാൻ പോയി ബില്ലപ്പി എടുക്കട്ടെ. ശ്രീയേട്ടൻ കുറ്റം പറഞ്ഞെങ്കിലേ പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കിടന്ന് ഒറ്റക്കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പൊ പിന്നെ ആർക്കെങ്കിലും ദണ്ണം വരും. എന്നോടൊരു 100 പ്രാവശ്യം പറയണതാ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം എന്ന്. എന്റെ കയ്യിൽ തന്ന ബില്ല എന്നിട്ട് കൊണ്ടുവന്ന് കളഞ്ഞിട്ട്. അപ്പൊ നീ ഒന്ന് റെഡി ആയിക്കേ. എന്നിട്ട് ഇപ്പൊ കുറ്റം പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കണേ? അപ്പോ ഒന്ന് പോയി ബാഗ് എടുത്തിട്ടേ. ഫോൺ. എന്റെ താക്കോലെവിടെ? താക്കോലി നിന്റെ ബാഗിലില്ലേ? ബാ പോയിട്ട് വരാം അമ്മ. ഹലോ അമ്മ, ഒരു മിനിറ്റ്. ഹലോ അമ്മ, പിന്നെ അന്ന് ബാംഗ്ലൂരിൽ വിനീത് പോയപ്പോഴേ ചേട്ടനൊരു നീല കളർ ബാഗ് എടുത്തുകൊണ്ട് പോയിണ്ടായിരുന്നില്ലേ? അതിൻ്റെ ഉള്ളിലത്തെ അറിയിലുണ്ടെന്ന് നോക്കുവോ? ഇല്ലില്ല, ഞാൻ വിളിച്ചിട്ട് അവനെ കിട്ടണില്ല. അമ്മ ഒരു കാര്യം ചെയ്യോ, അപ്പുറത്തെ ബേബി ചേട്ടനെ വിളിച്ചിട്ടേ അവനെ എന്നോടൊന്ന് വിളിക്കാൻ പറയോ? ശരി ശരി. വല്ലതുമ്പ് കിട്ടിയാ? എടി, അതെ, ഈ കളഞ്ഞുപോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാനായിട്ട് വഴിപാട് നേരുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ. അതിന്റെ പേരാണെങ്കിൽ എനിക്ക് കിട്ടണമില്ല. ഞാൻ നോക്കിയിട്ട് മെസ്സേജ് കേട്ടാ. എടി, നീ വഴിപാടോ ഒന്ന് കുന്താണെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറ. എനിക്കിത് തപ്പാണ്ട് വേറെ നിവർത്തിയില്ല. എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എടേ, എത്ര നേരം ഇവിടെ കിടന്ന് വിളിക്കണ്? ഉറങ്ങി കിടക്കണം അമ്മേനെ വിളിച്ചുണർത്തിയിട്ടാണ് ഒന്ന് കിട്ടണത്. ഫോൺ സൈലന്റാക്കി വെച്ചിട്ട് നീ എന്തെടുക്കണേണ്? അതെ, നീ അന്ന് കൊണ്ടുപോയില്ലേ നീല കളർ ബാഗ്? അതിൻ്റെ അകത്തൊന്ന് നോക്കോ? ശരി, എന്നാല് നോക്കിയിട്ട് വിളിക്ക്. Yeah.
ഹലോ മണി ആ ശ്രീയേട്ടൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേണ്. എടി കിട്ടില്ലേ? ആ കിട്ടും ടെൻഷൻ അടിക്കല്ലേ. അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലില്ല, മോക്ക് കുഴപ്പമൊന്നുമില്ല. ശരി എന്നല്ലേ, ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ട് വിളിക്കാം. ശരി. മോനെ, അപ്പൊ നീ കൂടെ ഒന്ന് പോയി നോക്കടാ. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എത്ര രൂപ പോകുന്നെന്ന് അറിയോ? പോയി തപ്പ്. അപ്പു എണീറ്റേടാ. അപ്പു നോക്കി, വലിയ കിട്ടി. കിട്ടിയാ? എവിടുന്ന് കിട്ടി? എന്റെ കയ്യിൽ ഒട്ടിയിരുന്നടാ. ഹലോ അമ്മ, ആ അപ്പൊ ബില്ല് കിട്ടി. എന്റെ ഭഗവാനെ, ഓ എത്ര പ്രാർത്ഥിച്ചല്ലേ ബില്ല് കിട്ടിയെന്ന്. ബില്ല് ഒന്നും പറയണ്ടി, നീ വീട്ടിൽ തപ്പാൻ ഒരു ഒറ്റയിടവും ബാക്കിയുണ്ടായില്ല. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ എൻ്റെ കുഞ്ഞെ. നീ ഒരു കാര്യം ചെയ്യ്, എല്ലാവർക്കും കഷ്ടകാലമുള്ള സമയമാണ്. ആ ദേവിയുടെ അമ്പലത്തിൽ കയറിയിട്ടേ 2 രക്തപുഷ്പാഞ്ജലി കഴിച്ചിട്ട് പോരേട്ടാ. ശരി മേന. ആ എടി കിട്ടി, കുട്ടഞ്ചേരി ഭഗവതി. അതെ, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ഒരു കുട്ടഞ്ചേരിയും വഴിപാട് തരും. ബില്ല് എന്തായാലും കിട്ടൂടി. എടി കിട്ടി, ബില്ല് കിട്ടി. നീ പോയി കിടന്ന് ഉറങ്ങട്ടാ, ഞാൻ എന്താ വെച്ചാ ചെയ്യാം. സർ, എന്താ കാര്യങ്ങൾ? 11:30 ബാംഗ്ലൂർ കൊച്ചിൻ ഫ്ലൈറ്റിൽ MLA-മാരുടെ ആദ്യ സംഘം എത്തും സർ. ആരെ എസ്കോട്ട്? സലീമും ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഹലോ, ആ ചേട്ടാ, ഡോക്ടർ വന്നിരുന്നു. എന്തായി കാര്യങ്ങൾ? കുഴപ്പമൊന്നുമില്ല. എന്ത് പറഞ്ഞു ഡോക്ടർ? ചേട്ടനെ എവിടെയെന്ന് ചോദിച്ചു. വരുന്നുണ്ടോ? ശരി, നോക്കട്ടെ, പറ്റി ഞാൻ അങ്ങോട്ട് വരാം. ശരി, എന്നാ വിളിക്കാം. ശരി സർ. ഹലോ മണി, നീ വീട്ടിലാണോ? അല്ല, ഞാൻ ആശുപത്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എടി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഏതാണ്ടൊക്കെ പറഞ്ഞതേ ഉള്ളു. നീ അത് കാര്യമൊക്കണ്ട. നമ്മളാരെയും പറ്റിച്ചും വെട്ടിച്ചും ഒന്നും ഉണ്ടാക്കിയ കാശല്ലല്ലേ. ഞാനിവിടെ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയതാ. എന്നിട്ടും അതിന്റെ വിധി അങ്ങനെയാണെങ്കിൽ പോട്ടെ പോലെ. എടി, നമുക്ക് അവരോടൊന്നും ജയിക്കാൻ പറ്റില്ലല്ലേ. എന്തായാലും എന്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് മതി. ശരി. ചേച്ചി, നാളെ രാവിലെ ബില്ല് അടയ്ക്കണേ. കാഷ്യർ വിളിച്ചിരുന്നു. കുറച്ച് തിരക്കായി പോയതുകൊണ്ടാ. ആ ശരി. ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിരണ്ട് വിളിച്ചാൽ മതി. 204 ഫയലിംഗ് എടുത്ത്. വീട്ടിലേക്ക് ചെന്നൊന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ? 1 മിനിറ്റ് ഒന്നും ഇരിക്കാൻ പോലും പറ്റില്ല, അതിന്റെ ഇടയിലാണ്. ശരി, നീ വിളിക്ക്. South Mobile, Bravo calling over.
30-ന് ബാംഗ്ലൂർ നെടുമ്പാശ്ശേരി ഫ്ലൈറ്റിൽ കർണാടകയിൽ നിന്നുള്ള VIP എത്താൻ സാധ്യതയുണ്ട്. സ്റ്റേഷൻ അലേർട്ട് ആയിരിക്കും. ഓക്കെയാണ് സാർ, എല്ലാം ഓക്കെയാണ് സാർ. ഓവർ. VIP റൂട്ടിൽ ട്രാഫിക് തടസ്സമില്ലാതെ നോക്കണം. ഓക്കെയാണ് സാർ, പാർട്ടി മൊബിലൈസ് ചെയ്തിട്ടുണ്ട് സാർ. ഓവർ. VIP റൂട്ടിലുള്ള എല്ലാ സ്റ്റേഷനും അപ്ലോഡ് ചെയ്യുന്നു. VIP പൈലറ്റ് കൊണ്ട് ആരംഭിക്കുന്നത് VIP റൂട്ടിലുള്ള പ്രധാന പോയിന്റുകളിൽ പാർട്ടിയെ VIP മൂവിന്റെ തടസ്സമില്ലാതെ അവസ്ഥ. ചൂടുള്ളതാ. അതാരാണപ്പാ? നീ കഴിക്ക, ഞാൻ പോയി നോക്കാം. വിനീതിന്റെ വീടല്ലേ? CK വിനീത് കാവുങ്കൽ. അതെ. ഇയാളാണോ? അത് സാറ്. ഒന്ന് സ്റ്റേഷൻ വരെ വരണല്ലോ. എന്താ സാറ് കാര്യം? HR ജ്വല്ലറിയിൽ നിന്ന് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ദൈവേ, കംപ്ലൈന്റാ? വെറുതെ ഓരോന്ന് ഷൂട്ട് ചെയ്തിട്ട് FB പോസ്റ്റ് ചെയ്യുക, പണി മേടിച്ചു കൂട്ടുക അല്ലേ? നടക്ക്. സാറേ, കുഞ്ഞിന് പരീക്ഷ ഉള്ളതാ. സാർ എനിക്ക് രാവിലെ യൂണിവേഴ്സിറ്റി എക്സാം ആണ്. 10 മണിയാകുമ്പോൾ കോളേജിലെത്തണം. താൻ എന്തിനാ പഠിക്കുന്നത്? BSc മാത്സ് ഫൈനൽ ഇയറാ യൂണിവേഴ്സിറ്റി കോളേജിൽ. 10 മണിക്കല്ലേ പരീക്ഷ? ഇപ്പൊ 8 മണിയല്ലേ ആയുള്ളൂ. താൻ സ്റ്റേഷനിൽ വന്നിട്ടൊന്ന് ഒപ്പിട്ടിട്ട് പോയിക്കോ. പറഞ്ഞാ കേട്ടില്ലേ? ഒപ്പിട്ടിട്ട് പോയിക്കോളാൻ. സാർ ഞാൻ ആ ബാഗ് ഒന്ന് എടുത്തിട്ട്. അമ്മ സാറേ, ഞാൻ ബൈക്കിൽ. ഞങ്ങളൊരു മര്യാദ കാണിക്കുമ്പോ തിരിച്ചത് കാണിക്കണ്ടേ? നമുക്ക് ജീപ്പ് പോവാം. നമുക്ക് കൺസ്യൂമർ കോർട്ട് വഴി ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്യാം. ഷോറൂമിൽ വെച്ച് ബില്ല് തന്ത്രപൂർവ്വം കൈക്കലാക്കി എന്ന് തന്നെ നമുക്ക് അങ്ങ് എഴുതാം. ശരി. ഹോ, കേട്ടിട്ട് എന്റെ കൈ തരിക്കുണ്ട്. ഞാനങ്ങനെ ആയിരുന്നെങ്കിൽ ആ മാനേജർ ചെവിക്കലിനിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് പോന്നേനെ. സാർ, ഒരു മിനിറ്റ്, ഒരു കോൾ. ഹലോ. ആ അമ്മ എപ്പോ? അയ്യോ അല്ല അമ്മ, ഒരു കാര്യം ഞാനിങ്ങോട്ട് വിളിക്കാം. ഞാനിവിടെ വക്കീലിൻ്റെ അടുത്തുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, പുള്ളിയോടൊന്ന് ചോദിച്ചിട്ട് വിളിക്കാം. അമ്മ ടെൻഷൻ ആവല്ലേ, ഞാനിങ്ങോട്ട് വിളിച്ചോളാം. എന്തു പറ്റി? സാർ, എൻ്റെ അനിയനെ പോലീസ് പിടിച്ചോണ്ട് പോയിന്ന്. എന്തിനാ? ആ ജ്വല്ലറിക്കാരുടെ കംപ്ലൈന്റ് ആണ്. ഇവിടെ നടക്കണ എനിക്കൊന്നും മനസ്സിലാവണില്ല സാർ. ഞാനത് പ്രതീക്ഷിച്ചതാ. അവനൊന്ന് 10 മണിക്ക് പരീക്ഷയുള്ളതാണ് സാർ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ ആ SI ഒന്ന് വിളിക്കട്ടെ. ഹലോ. ആ മാമ, ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കണേന്ന്. വക്കീല് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അമ്മ ഒന്നും കരയാണ്ടിരിക്കമ്മ. ഒന്നും പേടിക്കാനില്ലെന്ന് വക്കീല് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാനിവിടെ സിഗ്നലില്. എന്നാ വെച്ചോ. എന്തു പറ്റി? എടാ, ജോജുവിനെ സതീഷിനെ കിട്ടണില്ല. ഞാൻ കിട്ടുന്നില്ലേ? എടാ, എടുക്കണില്ല. ഇനി എന്ത് ചെയ്യും? ചേച്ചി ഇങ്ങനെ കരയില്ല ചേച്ചി, എന്റെ വിഷമിക്കാതിരിക്കുക. ദൈവമേ, മഹാഭാവികൾ എന്റെ കൊച്ചിന്റെ പരീക്ഷ എഴുതാൻ സമ്മതിക്കോ? അയ്യോ, നീ ഇപ്പൊ എവിടെ എത്തി? ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കടാ. ആ ആ ഒടുക്കത്തെ ബ്ലോക്കാ. ആ പൈപ്പിലേത്തിട്ടുള്ളൂ. ഇല്ല, നീ ഇങ്ങോട്ട് കയറ്. കച്ചേരിപ്പടി ജംഗ്ഷനിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഓവർ. ചെക്കന് പരീക്ഷയാണെങ്കിൽ വിട്ടേക്കാൻ SI സാർ പറഞ്ഞതാ. അപ്പോഴാ CA സാറിന്റെ വരും. പരീക്ഷ എന്ന് പറഞ്ഞപ്പോ എത്ര മണിക്കാ പരീക്ഷ എന്ന് ഒറ്റ ചോദ്യം. 10 മണിക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് 11 മണിക്ക് വിട്ടേക്കാൻ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വന്നൊപ്പിട്ടിട്ട് പോയിക്കോ.
ചേച്ചി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് വന്ന് ജയിലിൽ കിടന്നാളെന്ന് വരെ പറഞ്ഞാണ് ചേച്ചി. നെട്ടും ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. നീ ഇങ്ങ് വന്നേ. എല്ലാരും ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. ഇന്നലെ ജോലി തട്ടിപ്പിന്റെ വാർത്ത ഫേസ്ബുക്കിൽ ആളാണ് സ്വാധീനിച്ച് ഇവന്റെ യൂണിവേഴ്സിറ്റി എക്സാം പോലും മുടക്കിയിരിക്കുകയാണ്. ജ്വല്ലറി പ്രിൻസിപ്പൽ വിളിച്ചപ്പോൾ പോലും CA അത് പരിഗണിച്ചില്ല. നേരം വിളിക്കുമ്പോൾ ഓരോരുത്തർ ഇറങ്ങും. ഓണം തൂക്കി പിടിച്ച് സന്തോഷം. ആ ഫോൺ ആരും സാറിന്റെ അടുത്ത് കൊടുത്തേ. ഓർമ്മോടെ കൂട്ടുകാരനവൻ. ഹലോ, ആ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. രേണി ചേച്ചി പറഞ്ഞ ആളല്ലേ? ആ അതെ. ആ വാ, 2 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട്. ആ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഞാൻ കണ്ടു അങ്ങോട്ട് വിളിക്കാം. രേണി ചേച്ചിയാ? ആ അതെ. ചേട്ടാ, ശിവൻ ചേട്ടൻ പോയോ? സാറ് പോയോ? ആ, കാര്യം നടന്നാ പോരെ ശശി. സാറ് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. 40 അല്ലേ? അതെ. ആ ഡോക്യുമെന്റ്സ് ചെക്ക്. ചെക്ക്. എന്താ ഈട്? ഈടോ? ആ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തോന്നാ ചേട്ടാ ഇത്? ഞാൻ ഗ്യാരണ്ടി അല്ലേ, ചെറിയ ക്യാഷ് അല്ലേ, ഒരു ആശുപത്രി കേസാ, ചേട്ടൻ കാശ് കൊടുക്ക്. സാറ് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത് ഈടില്ലാതെ ആർക്കും 5 പൈസ കൊടുക്കണ്ടെന്ന്. മുമ്പത്തെ പോലെ അല്ല ശശി ഇപ്പം കാര്യങ്ങളൊക്കെ നിനക്കറിയാൻ മേലേ. എന്താ ഇപ്പൊ ഈട് വെക്കുന്നത്? വല്ല ഗോൾഡോ മറ്റോ? ഗോൾഡൊന്നുമില്ല. വണ്ടിയുടെ ബുക്കും പേപ്പറും ഇല്ലേ? ആ വണ്ടിയുടെ ഉണ്ട് ചേട്ടാ, വണ്ടിയുടെ ബുക്കും പേപ്പറും ധാരാളം. ഒന്നെടുത്തിട്ട് വേഗം വാ. രേണു അത് കിട്ടിയിട്ടില്ല. അവര് ഈട് വേണമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയുടെ ബുക്കും പേപ്പർ എടുക്കാൻ പോണേണ്. 2 കോപ്പി. ഹലോ. ആ അമ്മ എനിക്കതല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല എന്നിട്ടാണ്. ആ 10 മിനിറ്റ്. ആ ശശിയുടെ ഉത്തരവാദിത്തത്തിലാ കൊടുക്കുന്നേ. അതിപ്പോ പറയാണ്ട് ചേട്ടാ. അവസാനം എന്നെ ശശി ആക്കരുത്. ഇതേ ചേട്ടാ ബുക്ക്. ഓ ആ ഇതാ മേടിച്ചോ. ചേട്ടാ ഒരു പേപ്പർ എന്തെങ്കിലും ഉണ്ടോ? അതെ, പലിശ കൃത്യമായിട്ട് തന്നെ അടയ്ക്കണം. അത് സാറിന് നിർബന്ധമുള്ള ഒരു കാര്യം. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ട് ചേട്ടാ. ഒന്ന് പിടിച്ചേ. കോളാരാ? കാണിച്ചേ. അമ്മമ്മയാണ്. ഹലോ. ആ അമ്മ. ഹലോ മോളെ, ഇവിടെ ഹോസ്പിറ്റലുകാരിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇല്ലില്ല, ഞാനിപ്പോൾ എത്തും. ശരി ശരി. എന്താ അമ്മേ? അമ്മമാരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. കാശിനും പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. അമ്മേ, ബാഗ് എടുക്ക. ഇത് ബാഗ്.
ഷർട്ട് ഇട്ട ഒരാള് ഇങ്ങോട്ട് ഓടിക്കയറണം ഞാൻ കണ്ടതാ. ആരെങ്കിലും കണ്ടോന്ന് നോക്കൂ. അപ്പൊ ഒന്ന് പോയി നോക്കണം. ആ ഭാഗത്തൂടെ നോക്ക്. ഹെൽമെറ്റ് വെച്ച് ഒരാളിനെ കൊണ്ട്, ഒരു ബ്ലാക്ക് ഹെൽമെറ്റ്. ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് പറയണേ. അമ്മ ഇവിടെ കാണുന്നില്ല. സോറി ഏട്ടാ, എന്റെ ബാഗ് കൊണ്ടെടുത്ത് പോയി. അതുകൊണ്ടാണ് എനിക്കറിയാൻ പാടില്ല. ഒന്ന് മാറി നിൽക്ക്. ഇതിന് വഴി തരുമോ? ഹലോ ഹലോ സാർ, എന്റെ ബാഗ് ഒരുത്ത മേനകേട്ട് ഇവിടുന്ന് പിടിച്ചോറിച്ചോണ്ട് പോയി. എന്റെ മാലയും കാശും എല്ലാം ഇതിനകത്താണ്. ഹലോ സാറേ, കേക്കണ്ട, ഒരു മിനിറ്റ്. ഇങ്ങനത്തെ ഹലോ സാറേ, ഫോട്ടോ വെച്ചിരുന്ന വൈപ്പിനിലോട്ടുള്ള ചെങ്കാറിലേക്ക് അവൻ ചാടി കയറിയതാണ് സാറേ. ഞാനും മോനും കൂടെ ബാക്കിൽ ചാടി കയറിക്കണേണ് സാറേ. എനിക്ക് ഹെൽമെറ്റ് ഇട്ടേക്കൊണ്ട് ആളിനെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് സാറേ. സാറിന് വേഗം വരണം. ശരി. മോൻ കയറി നോക്കേടാ.